morning, dear students. Welcome back to my chemical kinetic class. Finally, we are to discuss only the absorption theory of heterogeneous catalysis. Okay. Now, we will discuss the theory of heterogeneous catalysis. The theory of heterogeneous catalysis. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഹെറ്ററോജീനസ് കറ്റാലിസിസ് എന്നുള്ളതാണ്. ഐ ഓൾറെഡി മെൻഷൻ ദ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് എ catalytic reaction in which the reactants are gas or liquid while the catalyst is a solid. It is called heterogeneous catalysis. Or generally പറഞ്ഞു കഴിഞ്ഞാൽ a catalytic reaction in which the reactants and catalysts are in different phases of the reaction, okay, throughout the reaction. In most cases of the heterogeneous catalysis, the catalyst is in the solid state. Industrial catalysis നമ്മൾ കാണുന്നതല്ല. Catalyst solid state ഉള്ള fine powder form-ലാണ്. Okay, and reactants ഒന്നിലെ ഗ്യാസോ ലിക്വിഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞത്. Heterogeneous catalysis is a reaction in which the reactants are either gas or liquid while the catalysts are in the solid state. Okay. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽ നിക്കൽ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളായ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ, അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രോജനേഷൻ എന്നാണ് വിളിക്കുന്നത്, പ്ലസ് H2. ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് യു ഹാവ് CH3. ഇത് വനസ്പതി എന്ന് പറയുന്ന ഫാറ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളെ ഓയിലുകളെ നമ്മൾ എന്താ പറയുന്നത് ഇതാക്കി മാറ്റുക, ഹൈഡ്രോജനേറ്റ് ചെയ്ത് ഫാറ്റാക്കി മാറ്റുന്ന റിയാക്ഷനാണ്. ഹൈഡ്രോജനേഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ റിയാക്ടൻസ് ആർ ദാറ്റ് ഈസ് ഐദർ ലിക്വിഡ് ഓർ ഗ്യാസ്, ബട്ട് കാറ്റലിസ്റ്റ് ഇസ് ദ നിക്കൽ ഇസ് സോളിഡ്. പിന്നെ നമുക്കുള്ളത് CO plus H2. CO plus H2 നോക്കൂ, CO plus H2 ഗ്യാസ്. ഇത് രണ്ട് ഗ്യാസ് ആണ്. Reactive give പല റിയാക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇസഡല്ലോ കാറ്റലിസ്റ്റ് ആണെങ്കിൽ we have CH3OH. CH3OH ഇട്ട് വേറൊരു കാറ്റലിസ്റ്റ് ക്രോമിയം ട്രയോക്സൈഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ we get formic acid. All these are reactions. നമുക്ക് പിന്നെ ഉള്ള അറിയാവുന്നതാണ് SO2 plus O2 giving 2SO3 in the presence of vanadium pentoxide or പാരലൈസ്ഡ് ആസ്പെറ്റോസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഹെറ്ററോജനസ് ഉണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഹെറ്ററോജനസ് കറ്റാലിസിന്റെ മെക്കാനിസം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ഇൻ ദ ഹെറ്ററോജനസ് കറ്റാലിസിനകത്ത് റിയാക്ടൻസ്, ഓക്കെ, ദ മെക്കാനിസം ദ കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ഫൈൻ പൗഡർ ആയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റിനെ എടുക്കുന്നത്. ദ മെക്കാനിസം ജനറലി ബിഹൈൻഡ് ദ ഹെറ്ററോജനസ് കറ്റാലിസിസ് അഡ്സോർപ്ഷൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹെറ്ററോജനസ് കറ്റാലിസിലെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. സർഫസ് ഫിനോമിന അഡ്സോർപ്ഷൻ. നിങ്ങൾക്ക് കൊളോയിഡിന്റെ വർഷം പഠിക്കാനുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ. അഡ്സോർപ്ഷൻ ഈസ് ദ മെക്കാനിസം. ദാറ്റ് ഈസ് ദ സോളിഡ് catalyst in the solid state. Our solid catalyst usually in the fine form, powder form, consists of large number of free valencies, okay, or residual valencies on its surfaces, on its surfaces. ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ഓർത്തിരിക്കുക ആക്റ്റീവ് സെന്റേഴ്സ് എന്നാണ്. ആക്റ്റീവ് സെന്റേഴ്സ്. ഇപ്പോൾ ഉദാഹരണം നിക്കൽ ആണെങ്കിൽ നോക്കൂ, നിക്കലിന്റെ സർഫസിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വെറുതെ ഒന്ന് പഠിക്കുക. കാർബണോ നിക്കലോ കോക്കോ നിങ്ങൾ എന്തെങ്കിലും എടുക്കുക. ഇതാണ് ഫ്രീ വാലൻസി അഥവാ റെസിഡ്യൂ വാലൻസി. ആക്റ്റീവ് സെന്റേഴ്സ് എന്ന് പറയുന്നതാണ് ഈ സർഫസിലുള്ള റെസിഡ്യൂ വാലൻസി. ആക്റ്റീവ് സെന്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ത്രൂ ദീസ് ആക്റ്റീവ് സെന്റേഴ്സ് the reactants molecules get adsorbed. Reactant molecules atomic state, atomic state ആയിരിക്കും.
റിയാക്ടൻ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്ത് ബൾക്കിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത സർഫസ് എടുത്തേക്കാൻ സ്റ്റെപ്പ് പറയാം. Reactor molecules are adsorbed in the atomic form on the surface of the solid by catalyst through the active centers. And thus, the surface concentration with respect to the reaction increases on the catalyst surface. അതാണ് സർഫസിലേക്ക് അഡ്ജസ്റ്റന്റ് സർഫസിലേക്ക് ഒന്നിൽ കൂടെ റിയാക്ടൻസ് ഉണ്ടെങ്കിൽ അവർ സ്യൂട്ടബിൾ ആയി പ്രോപ്പർ ഓറിയന്റേഷൻ വഴിയായിരിക്കും ഇവിടേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ജനറലായിട്ട് പറയുകയാണ്, through these active centers the reactor molecules get adsorbed on the surface, and thus the concentration of the reactants on the surface of the catalyst increases, and hence the rate of the reaction increases, and the adsorbed molecules are converted to a so-called active complex. Active complex എന്ന് പറയുന്നത് സർഫസ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആക്റ്റീവ് കോംപ്ലക്സ് ആയി മാറും. അത് ഡീകമ്പോസ് ചെയ്യും. അത് ഫാസ്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയി മാറും. വീണ്ടും സർഫസിൽ നിന്ന് പ്രോഡക്റ്റ് മാറ്റപ്പെടും. വീണ്ടും സർഫസിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫർദർ അസോസിയേഷൻ. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് ഒരു പോയിന്റ് കൊടുത്തിട്ട് ജനറലായിട്ട് the case of heterogeneous catalysis, in that case solid is a catalyst. There are large number of free valence or active centers on the surface of the catalyst. Through these active centers, the reactor molecules are attracted and adsorbed the surface, and the concentration of the reactants on the surface of the catalyst increases, and thereby facilitating the reaction because the rate of the reaction increases. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തുള്ള മെക്കാനിസം എന്ന് പറയുമ്പം ആക്റ്റീവ് സെന്റേഴ്സിൽ കൂടിയുള്ള അഡ്സോർപ്ഷൻ വഴിയാണ്. ഇനി heterogeneous catalysis, and this consists of mainly by, നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ 4-5 സ്റ്റെപ്പാണ് ഇത് നടക്കുന്നത്. The heterogeneous catalysis takes place by following steps, 4 or 5 steps. 1, ഞാൻ ഓരോന്ന് എഴുതാം. 1, diffusion of the reactants from bulk എന്ന് പറയുന്നത് സാധാരണ നിൽക്കുന്ന സ്റ്റേജ്, from bulk to the catalyst surface. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, diffusion of the reactants molecule from the bulk to the catalyst surface. It's a very fast process. Then 2, adsorption of the reactants, attraction and adsorption reactants on the surface of the catalyst through the active centers, through the active centers. And active centers nana active centers a similar active centers are basically active centers. That's രണ്ടാമത്തെ step. Then 3, that is conversion or the activation of the adsorbed molecules to a surface compound. That is actually activation complex. A surface compound, that is the activated complex, which is acting as the activated complex. ഒരു സർഫസ് കോമ്പൗണ്ട് അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറുന്നു. ആൻഡ് ദിസ് ഈസ് സ്ലോ ആൻഡ് വെരി സ്റ്റെപ്പ് ആയിരിക്കാൻ പറയാം. 4, ഡീകമ്പോസിഷൻ ഓഫ് ദി സർഫസ് കോമ്പൗണ്ട് into products. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. Then 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് last step, diffusion away. 1, 2, 3, 4, 5 diffusion away of the products from the surface. So the surface must get free for the further adsorption. So the heterogeneous catalysis consists of 5 different steps. ഒന്നാമത്തേത് diffusion of the reactants from the bulk to the catalyst surface. Second എന്ന് പറയുന്നത് adsorption of the reactants usually in the atomic state on the surface of the catalyst through the active centers of the catalyst.
attraction and adsorption. And മൂന്നാമത്തെ activation of the adsorbed molecule to a so-called surface compound called activated complex. That's the formation of the activated complex. And 4, decomposition of the surface compound into the products. And 5, the diffusion away of the products molecule from the surface. ഇതിൽ ഒന്നും രണ്ടും അഞ്ച് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ആണ്, അത് വളരെ ഫാസ്റ്റ് ആണ്, ആക്ടിവേഷൻ എനർജി വേണ്ട. സോ ഇറ്റ് കനോട്ട് ബി റേറ്റ് ഡിറ്റർമിനിങ്. പിന്നുള്ളത് 2, 3, 4 സ്റ്റെപ്പുകളിൽ ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ദ rate determining step, the slow and rate determining step, and the activation energy required for that step is given by the adsorption, which is exothermic. അതാണ് adsorption എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. അവിടെ റിലീസ് ചെയ്യുന്ന ആ ഹീറ്റ് എനർജി ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള എന്താണ് ആക്ടിവേഷൻ എനർജി സപ്ലൈ ചെയ്യും. അതാണ് the formation of the activated complex or so-called surface compound, or the activation of the that adsorbed molecule into the so-called surface compound can easily take place because adsorption is exothermic and necessary activation energy is obtained through this that is energy. Okay. And decomposition is a fast step on. It's a very fast quick step into irreversible into products ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ലോ ആൻഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ആൻഡ് ഇത് നമുക്ക് ഇലസ്ട്രേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വിത്ത് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളെ ഹൈഡ്രോജിനേറ്റ് ചെയ്യാൻ നിക്കൽ ഉപയോഗിച്ചുള്ള റിയാക്ഷൻ ആണ്. അവിടെ 2 റിയാക്ടന്റ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് ഹൈഡ്രജൻ മോളിക്യൂളും മറ്റുള്ളത് ഒളിഫിൻ അല്ലെങ്കിൽ ഇതിനാണ്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെടുക്കാം അല്ലെങ്കിൽ ഒളിഫിൻ എടുക്കാം. നോക്കൂ, CH2 double bond CH2 gas plus H2 gas in the presence of nickel catalyst giving CH3 single bond CH3. ഇതൊരു typical example ആണ്. ഇതെങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. 1 നമുക്ക് ആദ്യം നമ്മൾ നിക്കൽ കാറ്റലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുകയാണ്. Okay, ഇതെല്ലാം ആക്റ്റീവ് സെന്റേഴ്സ് ആണ്. റെസിഡ്യൂൽ വൺസ് ഇത് ആക്റ്റീവ് സെന്റേഴ്സ്. ഇതിലേക്ക് ഫസ്റ്റ് ദ ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്ടൻസ് ടുവേഴ്സ് ദ കാറ്റലിസ്റ്റ് സർഫസ്. സർഫസിലേക്ക് വരികയാണ് ഹൈഡ്രജൻ മോളിക്യൂൾ പ്ലസ് ഇതാണ് CH2 ഡബിൾ ബോണ്ട് CH2 വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം? അഡ്സോർബ് ചെയ്യുകയാണ്. അഡ്സോർബ് ചെയ്യുമ്പോൾ സോ കോൾഡ് ലൈക്ക് ദിസ്. അതായത് എച്ച് ആറ്റമായിട്ട് അങ്ങ് മാറുകയാണ്. ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 ഇതിങ്ങനെ വരികയാണ്. ഇനി ഇതിലേക്ക് അഡ്സോർബ് ചെയ്യുകയാണ്. ഞാൻ ഈ അഡ്സോർപ്ഷൻ എന്നുള്ളതാണ് ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഈ ആക്റ്റീവ് സെന്റർ വഴി ഇതിലേക്ക് അഡ്സോർബ് ചെയ്യും. ഇത് സ്റ്റെപ്പ് നമ്പർ 2 ആണ്. ഞാൻ 1 പറയാൻ കാണിക്കുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 2 adsorption, diffusion or the adsorption of the catalyst to the surface of the catalyst. Then 3, step 3 ആണ് വളരെ പ്രധാനം. സ്റ്റെപ്പ് 2 and step 3 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു സർഫസ് കോമ്പൗണ്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. സോ കോൾഡ് സർഫസ് കോമ്പൗണ്ട് ആക്ടിവേഷൻ കോംപ്ലക്സ് ഉണ്ടാകണം. ഇവിടെ കാണിക്കാം. എന്താ? നിക്കൽ 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 എത്ര മതി? ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. അതായത് CH2 എന്നുള്ള സാധനം ഒരു സോ കോൾഡ് സർഫസ് കോമ്പൗണ്ട് ആണ്. എങ്ങനെയാണ്? ഇതാണ് സോ കോൾഡ് സർഫസ് കോമ്പൗണ്ട്. ഈ സർഫസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് കോംപ്ലക്സ് ആണ്. ദിസ് ഈസ് എ സ്ലോ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് കെ എന്ന് പറയുന്നതാണ് തീരുമാനിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് 3 ഇതാണ്. ഇനി അടുത്തത് ഇത് ഡീകമ്പോസ് ചെയ്യാൻ പോകണം. നോക്കോളൂ, ലൈക്സ്. അതായത് ഇവിടുന്ന് പോവാണ്, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, വേണ്ട തൽക്കാലം ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് ഇതിനെ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ we have the decomposition, that is CH3 single bond CH3 ആയിട്ട് മാറുക. This is the product
Then step 3, step 4, decomposition. Then finally, diffusion. Diffusion, away step number 3. I think that, okay, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന്, diffusion of the reactant towards the catalyst surface. Then second 2, followed by the absorption of the reactant on the surface in a suitable manner by adjacent active through the active stage. Then 3, activation of the surface compound of the adsorbed molecule into a so-called surface compound called activated complex, which is energy is provided by the absorption because it is exothermic. And അടുത്തത് step 4 എന്ന് പറയുന്നത് decomposition of the surface compound to the product is fast. And finally the diffusion away of the product from the surface, releasing the surface again for absorption. The step number 3 is the redetermining step. മനസ്സിലാക്കി നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം. അതായത് എന്തുകൊണ്ടാണ് സോളിഡ് കാറ്റലിസ്റ്റുകളുടെ ഫൈൻലി ഡിവൈഡഡ് ഫോമിലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടെ. ബിക്കോസ് ആസ് ദ പൗഡർ that is, it is in the finely divided form, the catalyst consists a large number of surface area കൂടുതലാണ്, large number of surfaces per unit area, so that the number of active centers tremendously increases. അതായത് ഒരു ബൾക്ക് ഫോമിൽ നിൽക്കുന്നേക്കാളും വളരെ ട്രമൻഡസ് ഇൻക്രീസ് ഇൻ ദ സർഫസ് ഏരിയ ആണ്. അതിനെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബുള്ള ഒരു ക്യൂബിനെ നിങ്ങൾ അനേകം ചെറിയ പൊടികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഓക്കെ, ആറ്റോമിക് സൈസ്, നാനോ സൈസ് എത്രകളായിക്കോട്ടെ, പൗഡർ ഫോമിലേക്ക് ആയി കഴിയുമ്പോൾ മൈക്രോണിലൊക്കെ ആണെങ്കിൽ there is tremendously a 9 surface ആയിട്ട് മാറുന്നതാണ്. There is tremendous increase in the surface area per unit volume or per unit area. Okay, അപ്പോൾ വളരെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക. The surface there is tremendous increase in the surface area as a substance is converted to a fine powder form, and hence the active percentage also increases. അബ്സോർപ്ഷൻ റേറ്റ് കൂടും. അതാണ് ഫൈനലി ഡിവൈഡ് ഫോമിൽ എടുക്കണമെന്നാണ്. പിന്നുള്ളത് ചില സബ്സ്റ്റൻസുകൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാരണം പ്രൊമോട്ടേഴ്സ് വരുമ്പോൾ അവ കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് അബ്സോർവ് ചെയ്തുകൊണ്ട് ഇതിനെ റേറ്റിനെ കൂട്ടുന്ന ഒരു പ്രക്രിയയാണ്. ആക്റ്റീവ് സെന്ററായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. പിന്നെ പോയിസണിന്റെ ഇഫക്റ്റ് വളരെ പ്രധാനമായി പറയാൻ പറ്റും. ആഴ്സനിക്, HCl, CO വന്നിട്ടുള്ള ആൾക്കാരാണ്. ദേ ഹാവ് മോർ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ദ കാറ്റലിസ്റ്റ് സർഫസ് ടു ദ ആക്റ്റീവ് സെന്റേഴ്സ്. ഇപ്പൊ റിയാക്ടന്റും പിന്നെ പോയിസണും കൂടെ വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് സെന്റേഴ്സിലേക്ക് പെട്ടെന്ന് കയറി അബ്സോർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം പോയിസൺ മോളിക്യൂളാണ് കാറ്റലിസ്റ്റ് സർഫസ്. അതുകൊണ്ടാണ് അത് ആദ്യം കയറി അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും, പിന്നെ അവിടെ പോകില്ല, പിന്നെ റിയാക്ഷൻ മോളിക്യൂളിന് അതിന് കിട്ടില്ല, അങ്ങനെ റിയാക്ഷൻ നടക്കാതായി പോവാണ്. അതിനെയാണ് കാറ്റലൈറ്റിക് പോയിസൺ എന്നറിയപ്പെടുന്നത്. റീസൺ എത്രയേ ഉള്ളൂ. The catalyst poisons are certain substances which will destroy the efficiency of the catalyst. Most of the poisons are acting as the catalytic poison. Cu, HCl, okay, ഇതൊക്കെ കാറ്റലിസ്റ്റ് പോയിസൺ ആണ്. Okay, when once they will come to the surface of the catalyst along with the reactants, it has a preferential absorption. Okay, the poison molecule has a preferential absorption through the active centration surface than the reactant molecule. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ആയിട്ട് റിയാക്ട് മോളിക്യൂളിനേക്കാൾ കൂടുതൽ ആയിട്ട് ഇത് കയറി അബ്സോർവ് ചെയ്യും. ആൻഡ് ദേ ഫോം എ വെരി സ്ട്രോങ് ബോണ്ട് വിത്ത് ദ സർഫസ്. അങ്ങനെ അത് പിന്നെ അവിടെ പോകുന്നില്ല, അത് അങ്ങനെ എഫിഷ്യൻസി ഇല്ലതാകുക എന്നുള്ളത് മനസ്സിലായി. പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ നോക്കുന്നത് ആദ്യം. സോ ദാറ്റ് ഈസ് എ തിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏകദേശം ഇനിയിപ്പോൾ ഒരു ലാസ്റ്റ് പടം കൂടെയുണ്ട്. എനർജി പ്രൊഫൈലും കൂടെ പറയാൻ വിട്ടുപോയി, ഞാനത് കൂടെ പറഞ്ഞേക്കാം. എനർജി പ്രൊഫൈൽ, ദിസ് ഈസ് പൊട്ടൻഷ്യൽ എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ. ഇപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, കൈനറ്റിക്സിലെ ഇതിനെ പൊട്ടൻഷ്യൽ എനർജി പ്രൊഫൈൽ എന്നാണ് വിളിക്കുന്നത്. അത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ ബോണ്ട് എക്സ്റ്റൻഷൻ ആണ്, അല്ലെങ്കിൽ റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് വിളിക്കും. അല്ല, റിയാക്ഷൻ കോർഡിനേറ്റ്, എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ, അല്ലെങ്കിൽ ബോണ്ട് വൈബ്രേഷൻ, ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. വൈ ആക്സിസ് പൊട്ടൻഷ്യൽ എനർജി. സാധാരണ ഒരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, uncatalyzed reaction, uncatalyzed normal reaction, catalyzed reaction. എന്നാൽ catalyzed reaction ആണെന്ന് നമുക്ക് പടം ഒന്ന് മാറാൻ പോവാണ്. The case of heterogeneous catalysis, the shape of the curve changes like this. ഇത് നോർമൽ സ്റ്റേറ്റ് ആണ്, ബട്ട് എവിടെ നിന്നും അത് adsorbed state വരും. Adsorbed state is the most stable state. Then it get activated to the so-called surface compound, which is low energy, അല്ലെങ്കിൽ ലോ പൊട്ടൻഷ്യൽ ആക്ടിവേഷൻ കോംപ്ലക്സ് ആയിരുന്ന ലോ ആക്ടിവേഷൻ എനർജിയാണ്. എന്നിട്ടത് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റായി മാറുന്നു. പ്രൊഡക്റ്റായി മാറിയ ശേഷം അവിടെ നിന്നും
അത് ഡിഫ്യൂസ് ചെയ്ത് ഇതിന്റെ ഇതിലേക്ക് വരുന്നു. പ്രൊട്ടക്റ്റ് മാറിയ ശേഷം ഡിഫ്യൂസ് ചെയ്ത് നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. Like this. This is the activated complex catalyzed reaction. Catalyzed reaction. Done. So that's all. Solution, activated complex, then. ഇതാണ് അഡ്സോൾഡ് പ്രോഡക്റ്റ് ആണ്. ഇത് ഡിസോഷൻ അഥവാ ഡിഫ്യൂഷൻ എവേ നോർമൽ പ്രോഡക്റ്റ് അത് കുറച്ച് മുകളിലാണ്. നോർമൽ പ്രോഡക്റ്റ് ദ പ്രോഡക്റ്റ് ആൻഡ് ദി നോർമൽ റിയാക്ടന്റ്. ഓക്കെ, ഇത്രയാണ് പറയാൻ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഈ പൊട്ടൻഷ്യൽ എനർജി പ്രൊഫൈൽ ഓഫ് എ ഹെറ്ററോജീനസ് കാറ്റലിസിസ്. ഇനി നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാന്ന് തോന്നുന്നു. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് 5 മാർക്കിന് 6 മാർക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്ലൈൻ ദ വാട്ട് ഈസ് ഹെറ്ററോജീനസ് കാറ്റലിസിസ് ആൻഡ് ഔട്ട്ലൈൻ ദ മെക്കാനിസം ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസിസ്. ഒരു സൂട്ടബിൾ എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓർ വാട്ട് ഈസ് ആക്റ്റീവ് സെന്റേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് സർഫസിൽ കൂടെ ഏതിൽ കൂടിയാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്, എന്താണ് ആക്റ്റീവ് സെന്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്രൊഫൈൽ ചോദിക്കാം. സോ ദിസ് ഇസ് വെരി സിമ്പിൾ. ഇപ്പൊ കാറ്റലിസ്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് മൈക്കാലിസ്-മെന്റൽ ഇക്വേഷൻ ഫോർ എൻസൈം കാറ്റാലിസിസ് ആണ്. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്ന ഡീകമ്പോസ് ചെയ്യുന്നത്, അതാണ് പ്രധാനപ്പെട്ടത്. അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഫസ്റ്റ് ഓർഡർ ആവുന്ന 0 ഓർഡർ എന്നുള്ളത് അത്രയാണ്. പിന്നെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ കാറ്റലിസ്റ്റ്, പിന്നെ ഹെറ്ററോജീനസ് കാറ്റാലിസിസ്, പിന്നെ ആസിഡ് ബേസ് കാറ്റാലിസിസ്, ഹോമോജീനസ് കാറ്റാലിസിസ് ആണ്. ആസിഡ് ബേസ് കാറ്റാലിസിസ് 2 എണ്ണം ഉണ്ട്. സ്പെസിഫിക് ആസിഡ് കാറ്റാലിസിസും ജനറൽ ആസിഡ് ബേസ് കാറ്റാലിസിസ്. സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റാലിസിസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് H+ അയോൺ ആസിഡായി ആക്ട് ചെയ്യുന്ന catalyzed reaction. The catalyzed reaction in which the H+ ion acting as the catalyst is called specific acid catalysis, and OH- acting as the specific base. So OH- base acting as specific base catalysis എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലാക്കാം. ഒരു catalyzed reaction H+ ion വഴിയാണ് നടക്കുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ആസിഡ് കറ്റാലിസിസ് എന്നറിയപ്പെടും. ഒരു കറ്റാലിസിസ് ഹൈഡ്രോക്സിൽ അയോൺ വഴിയാണ് കറ്റലൈസ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്പെസിഫിക് ബേസ് കറ്റാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ളതെല്ലാം അത് തന്നെയായിരിക്കും. ഉദാഹരണം ആസിഡ് ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ. ഹൈഡ്രോക്ലോറിക് ആസിഡ് വഴിയാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഐക്വസ് വഴി ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. പിന്നെ സപ്പോളിഫിക്കേഷൻ ഓഫ് NaOH, അക്വസ് NaOH, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ഒന്നും വേണ്ട ആൽക്കോസൈഡ് ഫോർമേഷൻ. ഓക്കെ, റിയാക്ഷൻ നമ്മുടെ NaOH മീഡിയത്തിൽ, ആൽക്കോഹോൾ മീഡിയത്തിൽ ഒരുപാട് റിയാക്ഷൻ ഉള്ളത്. ഈ കേസിലൊക്കെ നമുക്ക് നടക്കുന്നത് ബേസ് സ്പെസിഫിക് ബേസ് കറ്റാലിസിസ് ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ ആണെന്ന് തോന്നുന്നു ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ വില്യംസൺ സിന്തസിസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിലെ കൂടുതൽ ഡീറ്റെയിൽ കിടക്കുന്നില്ല. സ്പെസിഫിക് ആയിട്ട് OH- അയോൺ കാറ്റലൈസ് ചെയ്യുന്നതാണ് സ്പെസിഫിക് ആസിഡ് കറ്റാലിസിസ്. എന്നാൽ ഏതൊരു ബ്രോസ്റ്റഡ് ആസിഡ് കറ്റലൈസ് ചെയ്യുന്നതിനെ ജനറൽ ആസിഡ് കറ്റാലിസിസ് എന്നും ഏതൊരു ജനറൽ ബേസ് കറ്റലൈസ് ചെയ്യുന്നതിനെ ജനറൽ ബേസ് കറ്റാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. എനി ബ്രോസ്റ്റഡ് ആസിഡ് acting as the catalyst is called general acid catalysis, while any Bronsted base acting as a catalyst, that's called a general base catalyst. And the Bronsted acid, that's the Bronsted acid. Bronsted acid is an electron pair acceptor. What is a Bronsted base? Bronsted base is an electron pair donor. NS3 ഒരു Bronsted base ആണ്. എന്നാൽ അലുമിനിയം ക്ലോറൈഡ് Bronsted acid ആണ്. ഇങ്ങനെയുള്ള ലൂയിസ് ആസിഡുകളും ലൂയിസ് ബേസുകളും കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് ജനറൽ ആസിഡ് ബേസ് കറ്റാലിസിസ് എന്ന് അറിയപ്പെടുന്നത്. സോ താങ്ക് യു വെരി മച്ച്. ഐ എം വൈൻഡിങ് അപ്പ് ദ ക്ലാസ്. നമ്മളെ സംബന്ധിച്ച് ഏകദേശം കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ് എന്ന വലിയൊരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ചാപ്റ്ററിൽ കൂടി കടന്നു പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ വീഡിയോ ക്ലാസ് കേട്ടിട്ടുണ്ട്. വീഡിയോ ക്ലാസ്സിൽ എത്ര തവണ നോക്കിയാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേൾക്കാം. നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. സോ താങ്ക് യു വെരി മച്ച്.